ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. മൾട്ടിപ്ലിക്കേഷനാണ്, ട്രിക്സിലൂടെ ചെയ്യാൻ പോവുകയാണ്. 106 × 102 നമ്മൾ 106 എഴുതി × 102 ആ രീതിയിലല്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാം. അതായത് ഇത് ഈ 6ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 6ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 12 എന്ന് കിട്ടും. ഓക്കെ, ഈ 106ൻ്റെ കൂടെ ഈ 2 കൂട്ടുക. 106ഉം 2ഉം 108. അല്ല എങ്കിൽ ഈ 102ൻ്റെ കൂടെ 6 കൂട്ടുക. ഏത് രീതിയിൽ ചെയ്താൽ നമുക്ക് 108 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ രീതിയിൽ നമ്മളെങ്ങനെ ചെയ്യുന്ന 106 × 102 ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആകും അല്ലേ. അപ്പോൾ ഇതല്ലേ എളുപ്പം. അപ്പോൾ ഇത് 100നോട് അടുത്തിരിക്കുന്ന സംഖ്യകളെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്ന് ഓർക്കുക. 103 × 108. അപ്പോൾ നമ്മൾ ആദ്യം 3നെയും 8നെയും കൂടെ മൾട്ടിപ്ലൈ, 8 × 3 എന്ന് പറയുന്നത് 24 ഈ 103ൻ്റെ കൂടെ 8 കൂട്ടുക. 103 + 8 എന്ന് പറയുന്നത് 111. അല്ലെങ്കിൽ ഈ 108ൻ്റെ കൂടെ 3 കൂട്ടാം. ഏത് രീതിയിൽ കൂട്ടിയാലും നമുക്ക് 111 കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി 96 × 99. ഇവിടെ നോക്കുന്നതിനെ കാണാം, ഇത് 100നേക്കാളും ചെറിയ സംഖ്യ. ഇവിടെ നമ്മൾ കണ്ടതെല്ലാം 100നേക്കാളും വലിയ സംഖ്യകളായിരുന്നു. ഇവിടെ 100നേക്കാളും ചെറിയ സംഖ്യ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. 96 എന്ന് പറയുന്നത് 100നേക്കാളും 4 കുറവാണ് അല്ലേ. 99 എന്ന് പറയുന്നത് 100നേക്കാളും 1 കുറവാണ്. നമ്മൾ ആദ്യം ഈ 4ഉം 1ഉം കൂടെ ഗുണിക്കും. മനസ്സിലായ? ഈ 4ഉം 1ഉം കൂടെ ഗുണിച്ചാൽ നമുക്ക് 5 എന്ന് കിട്ടും. നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, അത് ഈ -4 × -1, രണ്ട് മൈനസുകൾ തമ്മിൽ കുടിച്ച പ്ലസ് അല്ലേ. അപ്പോൾ നമുക്ക് +4 നമ്മളതിനെ 2 ഡിജിറ്റ്സ് നമ്പറാക്കി 04 എന്ന് എഴുതും. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ 90, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 96ൽ നിന്നും ഈ 1 കുറക്കുക. 96 - 1 എത്ര കിട്ടും? 96 - 1 എന്ന് പറയുന്നത് 95 ആണ്. അല്ല എങ്കിൽ ഈ 90 ഇങ്ങനെയാണ് ഈ രീതിയിൽ ക്രോസ് ചെയ്യുക. ഈ 99ൽ നിന്നും 4 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 95. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഒരു ക്വസ്റ്റ്യൻ, അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാലോ. 94 × 97. ഇവിടെ 100നേക്കാളും എത്ര കുറവാണ്? 6 കുറവാണ്. ഇവിടെ 100നേക്കാളും എത്ര കുറവാണ്? 3 കുറവാണ്. ഈ 6ഉം 3ഉം കൂടെ ഗുണിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഫസ്റ്റ് സ്റ്റെപ്പ്. അത് 18 കിട്ടും. ഇതും മൈനസാണ്, ഇതും മൈനസ് ആയതുകൊണ്ട് കിട്ടുന്നത് പ്ലസ്സിലായിരിക്കും. അപ്പോൾ 18 എഴുതി. ഇനി നോക്കുക, ഈ 97ൽ നിന്നും ഈ 6 മൈനസ് ചെയ്യുക. എത്ര കിട്ടും? 91 കിട്ടും അല്ലേ. അല്ല എന്നുണ്ടെങ്കിൽ ഈ 94ൽ നിന്നും ഈ 3 മൈനസ് ചെയ്യുക. അപ്പോഴും നമുക്ക് കിട്ടുന്ന 91. അത് ഇതാണ് നമ്മുടെ ആൻസർ. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിയാലോ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, 100നേക്കാളും കുറവുള്ള നമ്പറുമുണ്ട്, 100നേക്കാളും കൂടിയ നമ്പറുണ്ട്. ഇവിടെ നമ്മൾ അല്പം ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ നോക്കുക, 100നേക്കാളും എത്ര കുറവാണ് എന്ന് ചോദിച്ചാൽ 3 ആണ്. 100നേക്കാളും എത്ര കൂടുതലാണ് എന്ന് ചോദിച്ചാൽ 5 ആണ്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ 5ഉം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 5ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് 15 എന്ന് കിട്ടും. ഓക്കെ, അതങ്ങനെ തന്നെ നമുക്ക് എഴുതാം. പിന്നെ ഈ 97ഉം ഈ 5ഉം കൂടെ കൂട്ടുക. മനസ്സിലായോ? 97ഉം 5ഉം എത്രയാണ്? 102 ആണ് അല്ലേ. അല്ലെങ്കിൽ 105ൽ നിന്നും ഈ 3 കുറയ്ക്കുക. അപ്പോഴും നമുക്ക് 102 തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇതാണ് നമ്മുടെ ആൻസർ. പക്ഷേ ഇത് നമ്മുടെ ആൻസർ അല്ല. കാരണം ഇവിടെ കിട്ടിയിരിക്കുന്നത് 3 × 5 നമുക്ക് ശരിക്കും കിട്ടിയിരിക്കുന്നത് എന്താണ്? -15 നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഈ 102 15നെ നമ്മൾ ഇങ്ങനെ ഒന്ന് കണക്കാക്കുക. അതായത് എന്താണ്? 1 2 3 4 2. ഈ 102 15നെ ഈ രീതിയിലൊന്ന് കാണുക. 102 ഈ 15നെ 0 കാണുന്നുണ്ടോ നിങ്ങൾ? 102 നമ്മൾ എഴുതി. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. 102 ഈ 102 നമ്മൾ എഴുതി. ഈ 15ൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 0 ഇട്ട് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ 15 നമ്മൾ ഇതിൽ നിന്ന് കുറക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ 15 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 102. ഈ 200ൽ നിന്ന് 15 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ നമുക്ക് 100 അല്ലേ. ഈ 10 ഈ 10,200ൽ നിന്ന് 15 കുറച്ചാൽ നമുക്ക് ഈ 10 നമുക്ക് ആദ്യം എഴുതാം. 200ൽ നിന്ന് 15 കുറച്ചാൽ 185. അതായത് നമുക്ക് 185. ഇതാണ് നമ്മുടെ ആൻസർ.
ഇതൊരല്പം എന്താണ് നമ്മളല്പം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. 100 എവിടെ 102 എത്ര കൂടുതലുണ്ട്? 2 കൂടുതലുണ്ട്. 98 എത്ര കുറവുണ്ട്? -2 അല്ലേ, 2 കുറവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഇവിടെ എഴുതും, 4 എഴുതും അല്ലേ, പറ്റിക്കില്ല, 4 എഴുതി. നമുക്കെപ്പോഴും 2 ഡിജിറ്റ് വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ 04 എന്ന് നമ്മളിവിടെ എഴുതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ 102-ൽ നിന്നും 2 കുറയ്ക്കുക, നമുക്ക് 100 കിട്ടും അല്ലേ. അല്ലെങ്കിൽ 98-ൻ്റെ കൂടെ ഈ 2 കൂട്ടുക. എപ്പോഴും നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 100 ആയിരിക്കും അല്ലേ. ഇനി ശ്രദ്ധിക്കുക, ഇതാണോ നമ്മുടെ ആൻസർ? ഇതാണോ നമ്മുടെ ആൻസർ എന്ന് ചോദിച്ചാൽ അല്ല. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഈ 100 ഇങ്ങനെ നമ്മൾ എഴുതും. ഈ 04-ൻ്റെ പാട്ടിൽ നമ്മൾ 00 എഴുതും, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ 4 നമ്മൾ കുറക്കും അല്ലേ. 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ആൻസർ എത്രയായിരിക്കും? 10,000-ൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് 9,996 ആയിരിക്കും കിട്ടുക. ഇതാണ്, അതായത് 10,000-ൽ നിന്നും 4 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 9,996. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ സിമ്പിളാണ്. പക്ഷേ 5ഉം 6ഉം, അതായത് മൈനസും പ്ലസ്സും ഒക്കെ വരുമ്പോൾ അത് എഴുതിയിട്ട് ആ ലാസ്റ്റ് 2 നമ്പറുകളെ ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ 15 കിട്ടി, ഇതിനെ 0 ആക്കി, 15-നെ 2-നെയും 2 0 ആയിട്ട് കണ്ടുകൊണ്ട് 0 എഴുതി 15 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെയാണെങ്കിലോ, ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇതാണ്, 100.04 കിട്ടിയിരിക്കുന്നത്. ഈ 04-നെ 0 കണ്ടുകൊണ്ട്, അതായത് 100 ഇവിടെ എഴുതി, ഈ 04-നെ 0 കണ്ടുകൊണ്ട് ഈ 4 കുറയ്ക്കുക. അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ നമുക്ക് എന്താണ് 5ഉം 6ഉം ഒരല്പം നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ കിട്ടത്തുള്ളൂ. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, 7ാമത്തെ ക്വസ്റ്റ്യൻ 104x105, 8ാമത്തെ ക്വസ്റ്റ്യൻ 98x105, 9ാമത്തെ ക്വസ്റ്റ്യൻ 97x98. ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മൾ PSC പോലുള്ള പരീക്ഷയ്ക്ക് പോകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കാര്യം നമ്പറുകളൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോഴേക്ക് നമ്മുടെ സമയം ഒരുപാട് പോകും അല്ല, നമുക്ക് പരീക്ഷകൾക്ക് സമയം വളരെ കുറവാണ്. അപ്പോൾ മാക്സിമം പിന്നെ ചുരുങ്ങിയ സമയത്തിൽ ആൻസർ ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ ഈ രീതിയിലുള്ള ടിപ്സും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ 5ഉം 6ഉം ചോദ്യങ്ങൾ നിങ്ങൾ ഒന്ന് കൂടുതലായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കേ.